രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള രണ്ടാമത്തെ പരാതി. ആ പരാതി ആദ്യം ലഭിക്കുന്നത് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനാണ്. അദ്ദേഹം അത് കയ്യിൽ വെച്ചു. 2 ദിവസം കഴിഞ്ഞ് മാധ്യമങ്ങളിൽ വാർത്ത വന്നു. വാർത്ത വന്നതിന് ശേഷമാണ് സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് പരാതി പോലീസിനെ കൈമാറാൻ തീരുമാനിക്കുകയും കൈമാറുകയും ചെയ്തത്. അതിന് അദ്ദേഹം പറഞ്ഞ ന്യായമുണ്ട്. അത് എല്ലാവരുമായി ആലോചിച്ച് മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് പോലീസിനെ കൈമാറാൻ വൈകിയത് എന്നാണ്. 2 ദിവസമേ വൈകിയുള്ളൂ. അത് വലിയ വൈകലായി കാണേണ്ടതില്ല. അത് സ്വാഭാവികമായ ഒരു വൈകൽ മാത്രമാണ് എന്നാണ് KPCC പ്രസിഡന്റ് പറയുന്നത്. പോലീസ് കേസെടുത്തു, അന്വേഷണം ആരംഭിച്ചു, കോടതി റിപ്പോർട്ട് കൊടുത്തു. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിന് കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴും പരാതിയെക്കുറിച്ചുള്ള വിവാദം തുടരുകയാണ്. വിവാദം എവിടെയാണ്? കോൺഗ്രസിനകത്താണ്. കോൺഗ്രസിനകത്ത് KPCC പ്രസിഡന്റ് ഈ പരാതി വെൽ ഡ്രാഫ്റ്റഡ് ആണ്, അത് തയ്യാറാക്കിയ പരാതിയാണ്, അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് പറയുന്നത്. ഞാൻ ഇന്നലെ മാധ്യമങ്ങളോട് തന്നെയാണ് പറഞ്ഞത്. ആ പരാതി എന്റെ മുമ്പിലുണ്ട്, മാധ്യമങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതൊരു ലീഗൽ ബ്രെയിൻ അതിന്റെ അകത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അത് ജനങ്ങൾ വിലയിരുത്തട്ടെ. ഇന്നലെ കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെയും വിലയിരുത്താം. അതിനെ ഞാനത് പറയുന്നില്ല. അത് ആളുകൾക്ക് നന്നായിട്ട് അറിയും. ആ പരാതി എന്തിനാണ് എനിക്ക് കിട്ടുന്ന സമയത്ത് തന്നെ മാധ്യമങ്ങൾ കിട്ടിയല്ലോ. എന്തായിരുന്നു അതിന്റെ ലക്ഷ്യം? എന്തായിരുന്നു? ആ പരാതിക്ക് നന്നായിട്ട് അറിയാം അതാർക്കാണ് അയക്കേണ്ടതെന്ന്. പക്ഷെ എനിക്ക് അയച്ചു. ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞത് തന്നെ. ആ പരാതി ആസൂത്രിതമായിട്ടുള്ള വെൽ ഡ്രാഫ്റ്റഡ് പെറ്റീഷൻ എന്നാണ് ഞാൻ പറഞ്ഞത്. അതേസമയം KPCC പ്രസിഡന്റിന്റെ ഈ നിലപാടിനോട് പ്രതിപക്ഷ നേതാവ് VD സതീശന് യോജിപ്പില്ല. അദ്ദേഹം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെ തള്ളിക്കളയുകയാണ്. അദ്ദേഹം പറയുന്നത് അതിലൊരു തെറ്റുമില്ല, പരാതി തയ്യാറാക്കേണ്ടത് വെൽ ഡ്രാഫ്റ്റഡ് ആയിട്ട് തന്നെയാണ്. ഞാൻ പരാതി തയ്യാറാക്കുമ്പോഴും അഭിഭാഷകന്റെ സഹായം തേടാറുണ്ട്. ഞാനൊരു അഭിഭാഷകനാണ്, എന്നിട്ടും മറ്റൊരു അഭിഭാഷകന്റെ സഹായം തേടാറുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകന്റെ സഹായം തേടാറുണ്ട് എന്ന് പറയുകയാണ്. അതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ്. എന്ന് വെച്ചാൽ KPCC പ്രസിഡന്റിന്റെ നിലപാടിനെ, പരാതി സംബന്ധിച്ചുള്ള നിലപാടിനെ തള്ളുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അതും കൂടി കേൾക്കാം. ഞാൻ എത്രയോ പരാതികൾ തയ്യാറാക്കിയിരിക്കുന്ന ആളാണ്, അഭിഭാഷകൻ എന്ന നിലയിലും പൊതുപ്രവർത്തകൻ എന്ന നിലയിലും. എന്റെ ഒരു സ്വന്തം പരാതി ഞാനിപ്പോ കടകംപള്ളി സുരേന്ദ്രന് നോട്ടീസ് അയച്ചു. ഞാനല്ല അയച്ചത്, എന്റെ വക്കീലെ കൊണ്ടാണ് ഞാൻ അയപ്പിച്ചത്. കാരണം ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്ന, ഇപ്പോ ഉള്ള നിയമപരമായ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരാളാണ് അഭിഭാഷകൻ. ചിലപ്പോ ഒരു അഭിഭാഷകന്റെ സഹായം തേടിക്കാനും ആ കുട്ടി പരാതി കൊടുക്കാൻ നേരിട്ട് അതിലെന്താ തെറ്റ്? ഒരു തെറ്റില്ല. ഇത്തരം പ്രശ്നങ്ങളിൽ യോജിച്ച തീരുമാനമെടുക്കാൻ പോലും കഴിയാത്ത KPCC, ഇത്തരം പ്രശ്നങ്ങളിൽ യോജിച്ച നിലപാട് പോലും എടുക്കാൻ കഴിയുന്നില്ല കേരളത്തിലെ കോൺഗ്രസിനെ. ദിലീപിന്റെ കേസുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിൽ ഉദാഹരണമുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ വെറുതെ വിടുന്നു. അത് വളരെ നന്നായി, ദിലീപിന് നീതി കിട്ടി എന്ന് പറഞ്ഞത് UDF കൺവീനറാണ്. അപ്പീൽ പോയത് ശരിയാണ് എന്ന് പറഞ്ഞ് ദിലീപിനെതിരെ നിലപാടെടുത്തത് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫാണ്. അതേസമയം അപ്പുറവുമില്ല ഇപ്പുറവുമില്ല എന്ന നിലയിൽ നിലപാട് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. ഇങ്ങനെ കോൺഗ്രസിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ, വിവാദങ്ങളിൽ, രാഷ്ട്രീയ ചർച്ചകളിൽ നിലപാട് പറയാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തി. എന്ന് വെച്ചാൽ അടുത്ത തവണ UDFന് അധികാരം ലഭിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇത്തരമൊരു പ്രശ്നത്തിൽ തമ്മിലടിയായിരിക്കില്ലേ? മന്ത്രിമാർ അവരുടെ വഴിക്കായിരിക്കില്ലേ? മുഖ്യമന്ത്രിക്ക് ഇവരെ കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുവരാൻ കഴിയുമോ? KPCC പ്രസിഡന്റ് ഒരു ഭാഗത്തായിരിക്കില്ലേ? UDF കൺവീനർ മറ്റൊരു ഭാഗത്തായിരിക്കില്ലേ? മന്ത്രിമാർ അവരുടെ വഴിക്കായിരിക്കില്ലേ? എന്ന് വെച്ചാൽ തമ്മിലടിയായിരിക്കും ഉണ്ടാകുക. അതിന്റെ സൂചനയാണ് ഇപ്പോൾ. കൃത്യമായി ഒന്നിച്ചു നിന്ന് ഒറ്റക്കെട്ടായി നിലപാട് പറയുകയും കേരളത്തെ നയിക്കുകയും ചെയ്യേണ്ട മുഖ്യമന്ത്രിയും UDFും തമ്മിലടിയായിരിക്കും ഫലം. UDFനെ അധികാരത്തിലെത്തിയാൽ അതിന്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത്തരം നിർണായക പ്രശ്നങ്ങളിൽ പോലും നിലപാടെടുക്കാൻ കഴിയാത്ത ഒരു മുന്നണിക്ക് എങ്ങനെ അധികാരം കൈമാറും? ഈ ചോദ്യം കേരളത്തിൽ ഉയരുമെന്ന കാര്യത്തിൽ സംശയമേയില്ല.